والصلاة والسلام على من لا نبي بعده. സഹീഹ് തർഗീബ് വതർഹീബ് എന്ന ഗ്രന്ഥത്തിലെ അടുത്തത് കിതാബ് സുന്ന. കഴിഞ്ഞ ആദ്യത്തെ കിതാബായിട്ട് ഇമാം അൽ മുൻദിരി റഹിമഹുല്ലാ കൊടുത്തിട്ടുണ്ടായിരുന്നത് കിതാബുൽ ഇഖ്ലാസ് ആയിരുന്നു. രണ്ടാമത്തേത് കിതാബ് സുന്ന. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതൊരു ഇബാദത്തും സ്വീകരിക്കണമെങ്കിൽ രണ്ട് നിബന്ധനകൾ ഉണ്ടായിരിക്കണം, അഥവാ രണ്ട് നിബന്ധനകൾ പാലിച്ചിരിക്കണം. അതിലൊന്നാണ് ഇഖ്ലാസ്, രണ്ടാണ് മുതാബഅത്ത്. ഈ രണ്ടെണ്ണം ഇല്ല എങ്കിൽ, അഥവാ അള്ളാഹുവിന് വേണ്ടി മാത്രവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അനുസരിച്ചുകൊണ്ടുമല്ല എങ്കിൽ ഇബാദത്തുകൾ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ കിതാബിലും ആദ്യത്തേത് കിതാബുൽ ഇഖ്ലാസും രണ്ടാമത്തേത് കിതാബ് സുന്ന എന്ന് കൊടുക്കാനുള്ള കാരണം. ഇഖ്ലാസിനെ തകർത്ത് കളയുന്ന കാര്യങ്ങളാണ് ഷിർക്ക്, വലുതും ചെറുതുമായിട്ടുള്ള ഷിർക്ക്. അതുപോലെ സുന്നത്തിനെ മുറുകെ പിടിക്കുന്നതിനെ തകർത്ത് കളയുന്ന കാര്യമാണ് ബിദ്അത്തുകൾ എന്നുള്ളത്. ദീനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക കാണിക്കാത്ത രീതിയിൽ കർമ്മങ്ങൾ, ഇബാദത്തുകൾ ചെയ്യുക. അപ്പൊ അതിന്റെ ഗൗരവവും അതുപോലെ തന്നെ സുന്നത്തിനെ മുറുകെ പിടിക്കുന്നതിന്റെ പ്രാധാന്യവുമെല്ലാം ഈ ബാബിൽ ഹദീസുകളിലൂടെ ഇമാം മുൻദിരി റഹിമഹുല്ലാ ക്രോഡീകരിച്ചിട്ടുള്ളത്. ഇപ്പൊ കിതാബ് സുന്നയിൽ ഒന്നാമത്തെ ഭാഗമായി പറയുന്നത് അത്തർഗീബു ഫീ ഇത്തിബാഇൽ കിതാബി വസ്സുന്ന, ഖുർആനും സുന്നത്തിനും പിൻപറ്റുന്നതിൽ അഥവാ അതിനെ മുറുകെ പിടിക്കുന്നതിൽ അതിനുള്ള പ്രോത്സാഹനവും അതിന്റെ പ്രാധാന്യവും അറിയിക്കുന്നതാണ്. ഇതിൽ ആദ്യത്തെ ഹദീസ് عن الإرباض بن سارية رضي الله عنه قال وعظنا رسول الله صلى الله عليه وسلم موعظة. ഇർബാദ് ബിൻ സാരിയ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. വളരെ പ്രശസ്തമായിട്ടുള്ള ബിദ്അത്തിനെ തകർത്ത് കളയുന്ന സുന്നത്തിന്റെ പ്രാധാന്യം ഉറപ്പിക്കുന്ന ഹദീസാണ്. അദ്ദേഹം പറയാണ്, ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്കൊരു ഉപദേശം നൽകി. മറ്റു ചില റിവായത്തുകൾ കാണാം അർത്ഥസമ്പൂർണമായിട്ടുള്ള വളരെയധികം ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന രീതിയിൽ ഒരു ഉപദേശം നൽകി. വജിലത് മിൻഹൽ ഖുലൂബ് വദറഫത് മിൻഹൽ ഉയൂൻ. ആ ഉപദേശം കേൾക്കുന്ന ആളുകളുടെ ഹൃദയം ഭയം കൊണ്ട് വിറച്ചു പോകുമാറ്, കണ്ണുകൾ നിറയുമാറ്, അങ്ങനെയുള്ള ഒരു ഉപദേശമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയത്. ഫഖുൽന, അങ്ങനെ ഒരു സംസാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാഗത്തു നിന്നുണ്ടായപ്പോ സ്വഹാബികൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, കഅന്നഹാ മൗഇളതു മുവദ്ദിഇൻ. റസൂൽ, ഇത് യാത്ര പറഞ്ഞു പോകുന്ന, വിട പറഞ്ഞു പോകുന്ന ഒരാൾ നൽകുന്ന ഉപദേശം പോലെ ഉണ്ടല്ലോ. അഥവാ ഒരാൾ യാത്രക്കോ മറ്റോ ദൂരെയായി പോവുകയാണ്, അല്ലെങ്കിൽ മടങ്ങി വരാത്ത രീതിയിൽ പോവുകയാണ്. അങ്ങനെ ഉണ്ടാവുമ്പോൾ അടുത്ത ആളുകൾക്ക് വളരെ വിലപ്പെട്ട ഉപദേശങ്ങൾ നൽകും. അപ്പൊ അതുപോലെ ഉണ്ടല്ലോ താങ്കളുടെ സംസാരം എന്ന് സഹാബികൾ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഫൗസിന, ഞങ്ങൾക്കെന്നാ ചില വസിയത്തുകൾ നൽകണം, ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ ഉപദേശിക്കണം എന്ന് സഹാബികൾ പറഞ്ഞു. ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഊസീകും ബിതഖ്വല്ലാഹ്, ഞാൻ നിങ്ങളോട് വസിയത്ത് ചെയ്യുന്നു അള്ളാഹുവിനെ സൂക്ഷിക്കുന്നതിന് തൊട്ട്, അഥവാ തഖ്വല്ലാഹ്, തഖ്വയെ തൊട്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വസിയത്താണത്. ആദ്യക്കാരിലേക്കും അവസാനക്കാരിലേക്കുമായിട്ട് അല്ലാഹു തആല അവന്റെ കിതാബുകളിലൂടെ വസിയത്ത് ചെയ്തിട്ടുള്ള, എല്ലാ ഉമ്മത്തിനും വസിയത്ത് ചെയ്തിട്ടുള്ള കാര്യമാണ് തഖ്വല്ലാഹ്, അഥവാ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം. തഖ്വ എന്നതിന് തൽഖ് ബിൻ ഹബീബ് റഹിമഹുല്ലാ കൊടുത്ത തഅരീഫാണ് ഏറ്റവും അറിയപ്പെടുന്നത്. അൽ അമലു ബിതാഅത്തില്ലാഹ് അലാ നൂരിൻ മിനല്ലാഹ് റജാഅ സവാബില്ലാഹ് വതർക മആസി അല്ലാഹ് അലാ നൂരിൻ മിനല്ലാഹ് ഖൈഫത അദാബില്ലാഹ്. അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യുക, അള്ളാഹു പഠിപ്പിച്ചതുപോലെ അള്ളാഹുവിന് പ്രതിഫലം പ്രതീക്ഷിച്ച്. അള്ളാഹുവിനെ ധിക്കരിക്കുന്ന കാര്യങ്ങൾ ഒഴിവാക്കുക, അള്ളാഹു പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ട്. അതാണ് തഖ്വയുടെ ചെറിയ ആശയം. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ. വസംഇ വത്താഅ വഇൻ തഅമ്മറ അലൈക്കും അബ്ദുൻ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമത് പറഞ്ഞു, കേൾവിയും അനുസരണവും ഉണ്ടായിരിക്കണം. നിങ്ങളുടെ അമീർ ഒരു അടിമയാണെങ്കിലും, ചില റിവായത്തുകളിൽ ഒരു എത്യോപ്യൻ അടിമയാണെങ്കിൽ കൂടി നിങ്ങൾ ഭരണാധികാരികൾക്ക് കേൾവിയും അനുസരണവും ഉള്ളവരായിരിക്കണം. അള്ളാഹുവിനെ ധിക്കരിക്കാത്ത വിഷയങ്ങളിൽ
ഭരണാധികാരിയോടൊപ്പം നിൽക്കുകയും ഭരണാധികാരിയുടെ കൽപ്പനകൾ അനുസരിക്കുകയും ആ ഭരണാധികാരിയുടെ പിന്നിൽ ജമാഅത്തുകൾ നിർവഹിക്കുകയും ആ ഭരണാധികാരിയുടെ പിന്നിൽ ജിഹാദ് ചെയ്യുകയും ചെയ്യേണ്ടത് ഒരു മുസ്ലിമിന്റെ മേൽ നിർബന്ധമാണ്. അപ്പോൾ ഭരണാധികാരിയോട് കേൾവിയും അനുസരണവും ഉണ്ടാകാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു വഇന്നഹു മയ്യഇശ് മിൻകും ഫസയറാ ഇഖ്തിലാഫൻ കസീറ. ചില റിവായത്തുകളിൽ ഇന്നഹു മയ്യഇശ് മിൻകും ബഅദി, എനിക്ക് ശേഷം നിങ്ങളിൽ ജീവിക്കുന്ന ആളുകൾ ഫസയറാ ഇഖ്തിലാഫൻ കസീറ, ധാരാളം അഭിപ്രായ ഭിന്നതകൾ കാണാൻ ഇടയാകും. അഥവാ ദീനിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളും കാണാൻ ഇടയാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിന്റെ വലിയൊരു തെളിവാണത്. വലിയൊരു ഉപദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയിട്ടുണ്ട്. പല ആളുകൾക്കും ഒരു ധാരണ ഉണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ ചില ആളുകളെങ്കിലും ദീനിന്റെ പേരിൽ ആളുകൾ അഭിപ്രായ വ്യത്യാസത്തിലാവുമ്പോൾ ഇതെന്താ ഇങ്ങനെ എന്ന് പറഞ്ഞ് ദീനിനോടൊരു താല്പര്യമില്ലാതെ ഞങ്ങൾ എല്ലാത്തിൽ നിന്നും മാറി നിൽക്കുക എന്ന് പറഞ്ഞ് ദീനിൽ നിന്ന് തന്നെ മാറി നിൽക്കുന്ന അവസ്ഥ കാണാം. ദീന് പഠിക്കുന്നതിൽ നിന്നും അത് അമലാക്കുന്നതിൽ നിന്നും അതിന്റെ ദഅവത്തിൽ നിന്നും എല്ലാം ഒഴിഞ്ഞു മാറി നിൽക്കുന്നത് കാണാം. എന്താണ് അപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. കാണും, ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ കാണും. അപ്പൊ എന്താണ് ചെയ്യേണ്ടത്? അതിലുള്ള പരിഹാരം എന്താണ്? അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഅലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലൈക്കും ബിസുന്നതി, എന്റെ സുന്നത്തിനെ നിങ്ങൾ മുറുകെ പിടിക്കുക, അഥവാ എന്റെ സുന്നത്തിത നിങ്ങൾക്കുണ്ട്. അഭിപ്രായ വ്യത്യാസങ്ങൾ വരുന്ന സമയത്ത് ഫറുദ്ദു ഇലല്ലാഹി വറസൂലിഹി, അള്ളാഹും റസൂലും എന്താണോ പറഞ്ഞ് അതിലേക്ക് മടക്കുക. എന്താണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത്, ഒരു വിശ്വാസ കാര്യമാവട്ടെ കർമ്മങ്ങളുടെ വിഷയത്തിലാവട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ളത് എന്താണ്, അതിലേക്ക് മടങ്ങുക. അതുമാത്രമാണോ? ചിലപ്പോ മനസ്സിലാകുന്നതിൽ ചിലപ്പോൾ ആളുകൾക്ക് വ്യത്യാസമുണ്ട്. അപ്പൊ ഒരു ഹദീസ് കണ്ടു, ആ ഹദീസ് ഒരാൾക്ക് മനസ്സിലായതുപോലെ ആയിക്കോണമെന്നില്ല വേറൊരാൾക്ക് മനസ്സിലായത്. ഇപ്പൊ ഒരു ഹദീസ് നമ്മൾ വായിക്കാം, നമ്മളിപ്പോ ഒരു 10 ആൾ ഒരു ഹദീസ് വായിച്ചു കഴിഞ്ഞാൽ 10 ആൾക്ക് 10 രീതിയിൽ ചിലപ്പോൾ മനസ്സിലാകുന്ന അവസ്ഥയുണ്ടാകും. അതിനുള്ള പരിഹാരവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വഅലൈക്കും ബിസുന്നതി എന്ന് പറഞ്ഞതിനോടൊപ്പം പറഞ്ഞു വസുന്നതിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ, എന്റെ ഖലീഫമാർ, നേർമാർഗം സിദ്ധിച്ച മാർഗദർശിനികളായിട്ടുള്ള എന്റെ ഖലീഫമാർ, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികൾ, അതിൽ ശ്രേഷ്ഠരായിട്ടുള്ള അബൂബക്കർ വ ഉമർ വ ഉസ്മാൻ വ അലി റളിയല്ലാഹു അൻഹും അജ്മഈൻ, അതുപോലെയുള്ള സ്വഹാബികളുടെ സുന്നത്ത് മുറുകെ പിടിക്കുക. പ്രശ്നം തീർന്നു. ഒരു ഹദീസിനെ നമുക്ക് 10 ആൾക്ക് 10 രീതിയിൽ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ആ സ്വഹാബികൾക്ക് എന്ത് രീതിയിലാണോ മനസ്സിലായത് അതാണ് ശരി. ആ സ്വഹാബികൾ എങ്ങനെ ദീനിനെ മനസ്സിലാക്കിയോ, അത് വിശ്വാസത്തിൽ എങ്ങനെ വിശ്വസിച്ചുവോ, കർമ്മത്തിൽ എങ്ങനെ കർമ്മം ചെയ്തുവോ, എങ്ങനെയായിരുന്നു അവരുടെ സുലൂക്ക്, അവരുടെ ഇടപാടുകൾ, അവരുടെ സ്വഭാവ ഗുണങ്ങൾ, അതെങ്ങനെയാണോ അതിനെ മുറുകെ പിടിക്കുക. എന്നിട്ട് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദു അലൈഹാ ബിന്നവാജിദ്, നിങ്ങളുടെ അണപ്പല്ല് കൊണ്ട് അതിനെ കടിച്ചു പിടിക്കുക. അഥവാ ഒരു കാര്യം നമ്മൾ ബലമായി പിടിക്കാൻ വേണ്ടിയിട്ട്, ഉറച്ച് വിട്ടുപോകാതെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കാറുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് വന്നാലും, എന്തെല്ലാം അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നാലും, എന്തെല്ലാം ശുഭത്തുകൾ വന്നാലും, എന്തെല്ലാം നല്ലതാണെന്ന് തോന്നിയാലും, എന്തെല്ലാം അനുഭവിക്കേണ്ടി വന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനും അതുപോലെ തന്നെ ഖലീഫമാരായിട്ടുള്ള അഥവാ സ്വഹാബികൾ അതെങ്ങനെ മനസ്സിലാക്കിയോ അതിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുക, അതിനെ മുറുകെ പിടിക്കുക. വഇയ്യാകും വമുഹ്ദസാത്തിൽ ഉമൂർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദീനിൽ പുതുതായി ഉണ്ടാക്കുന്ന കാര്യങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം. അത് എത്ര നല്ലതായി ആളുകൾ കണ്ടാലും, എത്ര നല്ലതായി നമുക്ക് തന്നെ തോന്നിയാലും, ചിലപ്പോൾ നമുക്കൊക്കെ തോന്നും നല്ലൊരു കാര്യമാണല്ലോ ചെയ്യുന്നത്, അത് നല്ലൊരു ഇബാദത്താണല്ലോ എന്ന നിലക്ക് നമുക്ക് തോന്നിയാലും, ആളുകൾ എല്ലാവരും ചെയ്താലും, ദീനിൽ പുതുതായി ഉണ്ടാക്കിയിട്ടുള്ളതാണെങ്കിൽ സൂക്ഷിക്കുക. ദീനിൽ പുതുതായി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ദീനിൽ പുതുതായി എന്ന് പറഞ്ഞാൽ 100 കൊല്ലം മുമ്പുള്ള ഒരു പുതിയ കാര്യം ഇവിടെപ്പുണ്ടായി അങ്ങനെയാണോ? അതല്ല. സ്വഹാബികൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിലില്ലാത്ത, സ്വഹാബികൾക്ക് പരിചയമില്ലാത്ത കാര്യങ്ങളാണ് പുതുതായിട്ടുള്ളത്. അതാണ് പുതുതായിട്ടുള്ള കാര്യങ്ങൾ, അതിനെ നിങ്ങൾ സൂക്ഷിക്കുക. എന്നിട്ട് പറഞ്ഞു ഫഇന്ന കുല്ല ബിദ്അത്തിൻ ളലാല, പുതുതായിട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ് ബിദ്അത്തുകൾ. ആ ബിദ്അത്തുകളെല്ലാം വഴികേടുകളാണ്, വലാലത്താണ്, അത് നമ്മെ എത്തിക്കുക നരകത്തിലേക്കാണ്. ഈ ഒരു ഹദീസ് സഹോദരങ്ങളെ
അബൂ ദാവൂദ്, തിർമിദി, ഇബ്നു മാജ, ഇബ്നു ഹിബ്ബാൻ, തിർമിദി എന്നിവരെല്ലാം ഉദ്ധരിച്ചിട്ടുള്ള, തിർമിദി ഹദീസുൻ ഹസനുൻ സഹീഹും എന്ന് പറഞ്ഞിട്ടുള്ള, അൽബാനി സഹീഹാക്കിയിട്ടുള്ള വളരെ പ്രശസ്തമായിട്ടുള്ള ബിദ്അത്തിന്റെ ആളുകളെ അവരുടെ എല്ലാ വാദങ്ങളും പൊളിച്ചു കളയുന്ന സ്വഹാബികളുടെ മൻഹജ് അതിലാണ് ഉറച്ചു നിൽക്കേണ്ടത് എന്നറിയിക്കുന്ന ഒരു ഹദീസാണ്. നമ്മൾ ഈ ഹദീസ് ഹിഫ്ളാക്കുകയും നമ്മൾ ഏതൊരു സമയത്തും ബിദ്അത്തുകൾക്കെതിരെയും അതുപോലെ സുന്നത്തിനെ മുറുകെ പിടിക്കുന്നതിലും നമ്മൾ ജീവിതത്തിൽ പകർത്തേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഹദീസാണ്. ഇതിൽ നമ്മൾ ഈ ബാബ് കിതാബു സുന്നത്തിനെ മുറുകെ പിടിക്കുക എന്നുള്ളതാണെങ്കിൽ കൂടി തഖ്വയും ഭരണാധികാരിയോടുള്ള നിലപാടുകളും അതുപോലെ സുന്നത്തിനെ പിൻപറ്റലും സഹാബികളുടെ മാർഗം പിൻപറ്റലും തുടങ്ങി എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന പ്രധാനപ്പെട്ട ഒരു ഹദീസാണിത്. അപ്പൊ ഈ ഹദീസിൽ സുന്നത്തിനെയും ആ സുന്നത്തിനെ എങ്ങനെ സഹാബികൾ മനസ്സിലാക്കിയോ ആ രീതിയിൽ മനസ്സിലാക്കണമെന്നുള്ളതും പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുപോലെ തന്നെ പുതുതായി ഉണ്ടാക്കുന്ന കാര്യങ്ങളെ സൂക്ഷിക്കാനും അതിനെ ഒഴിവാക്കാനും ബിദ്അത്തുകളെ അത് വലാലത്താണ് എന്നുള്ള താക്കീതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയിട്ടുണ്ട്. അപ്പൊ ഈ ഹദീസിനെ കുറിച്ച് ഗൗരവത്തിൽ മനസ്സിലാക്കുകയും ചിന്തിക്കുകയും ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഹദീസുകൾ അടുത്ത ദിവസം നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.